വെട്ടിക്കൊലപ്പെടുത്തുന്നവരെ കണ്ട് നെഞ്ചുപൊട്ടി നിലവിളിച്ച ആ അമ്മയെ നോക്കി പരിഹസിച്ച അലുവ അതുലിന് ഇതല്ല, ഇതിനപ്പുറം ഇനി വരാനൊന്നുമില്ല, അല്ലെങ്കിലും ആ വിധി ഇതുതന്നെ ആയിരിക്കും എന്ന് പലരും കമന്റ് പറയുകയാണ്. അന്ന് ആ അമ്മയുടെ കണ്ണുനീരിനെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. ഇന്ന് കാലം കാത്തുവെച്ച അതേ വിധി അതുലിനും. പ്രകൃതിയുടെ കാവ്യനീതി. സ്വന്തം വീടിനുള്ളിൽ കയറി മകനെ വെട്ടിനുറുക്കിയ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഒരമ്മ നെഞ്ചുപൊട്ടി കരയുന്ന ആ കാഴ്ച ഇന്നും കേരളത്തിന്റെ മനസാക്ഷിയിൽ ഉണ്ടാകും. എന്റെ മകനെ കൺമുന്നിലിട്ട് കൊന്നവരല്ലേ ഇവർ, ഭഗവാനെ എന്ന് വിളിച്ചാണ് ആ അമ്മ നിലവിളിച്ചത്. യാതൊരു കുറ്റബോധവും ഇല്ലാതെ പുച്ഛത്തോടു കൂടി ആ അമ്മയെ നോക്കി പരിഹസിച്ചിരിച്ചുകൊണ്ട് പോലീസിനൊപ്പം നടന്നു നീങ്ങിയവരിൽ ഒരാളായിരുന്നു ഈ അലുവ അതുൽ. അന്ന് ആ അമ്മയുടെ കണ്ണുനീരിനെ പുച്ഛിച്ചവർ അറിഞ്ഞിരുന്നില്ല കാലം കാത്തുവെച്ചിരിക്കുന്നത് മറ്റൊരു വലിയ കണക്ക് പുസ്തകമാണെന്ന്. ഇന്നലെ കൊല്ലം നടുറോഡിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. പകൽ വെളിച്ചത്തിൽ ഒരു ദയയുമില്ലാതെ വെട്ടേറ്റ് അതുൽ കൊല്ലപ്പെടുമ്പോൾ അത് വെറുമൊരു ഗുണ്ടാപ്പകയല്ല, മറിച്ച് പ്രകൃതിയുടെ കർമ്മഫലം കൂടിയാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അന്ന് ആ അമ്മയുടെ കൺമുന്നിലിട്ട് ഒരു ജീവനെടുത്തവർ ഇന്ന് അതേ അവസ്ഥയിൽ വഴിയിൽ വീണ് കിടക്കുന്നു. ജിം സന്തോഷ് വധക്കേസിൽ ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങുന്നതിനിടയിലാണ് അതുലിന് നേരെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടാകുന്നത്. ഹരിയാന രജിസ്ട്രേഷനിലുള്ള കാറിലെത്തിയ സംഘം അതുലിനെ വളയുകയും അതിക്രൂരമായി വെട്ടിവീഴ്ത്തുകയുമായിരുന്നു. കാറിനുള്ളിൽ കുരുങ്ങിക്കിടക്കുന്ന കാലുകൾ വെട്ടിമാറ്റിയാണ് ആക്രമികൾ അതുലിനെ പുറത്തേക്കിറക്കിയത്. എന്നെ കൊല്ലരുത്, എല്ലാം പറഞ്ഞു തീർക്കാമെന്ന് കൈകൂപ്പി അപേക്ഷിച്ചിട്ടും ഒരൊറ്റ വെട്ടിന് തല പിളർത്തുകയായിരുന്നു. ഒടുവിൽ മാരകമായി വെട്ടേറ്റ് ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുമ്പോൾ ഒരിക്കൽ താൻ പരിഹസിച്ച ആ അമ്മയുടെ അതേ വേദനയും നിസ്സഹായ അവസ്ഥയുമായാണ് അതുലും അനുഭവിച്ചത്. കൊട്ടേഷൻ സംഘങ്ങൾക്കും ആക്രമി സംഘങ്ങൾക്കും ഇടയിലുള്ള ജീവിതം എന്നും കത്തിത്തുമ്പിലോ വാളിന്റെ മുനയിലോ ആണ് അവസാനിക്കുക എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല. നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടാലും ആ അമ്മയുടെ കണ്ണുനീരിന് കാലം ഇന്ന് കണക്ക് ചോദിച്ചിരിക്കുകയാണ്. പകരം വീട്ടാൻ വരുന്നോടാ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മാസ് റീലുകൾ ഇട്ടവർ അറിഞ്ഞില്ല വിധി അതിന്റെ വഴിക്ക് വരുമെന്ന്. ഗുണ്ടാപ്പകയും കുടിപ്പകയും ഒടുവിൽ സ്വന്തം ജീവൻ തന്നെ കവർന്നെടുക്കുന്ന ഈ കൊട്ടേഷൻ ലൈഫ് എന്നാണ് ഇവർ അവസാനിപ്പിക്കുക? ആയുധമെടുക്കുന്നവർ ആയുധത്താൽ തന്നെ ഒടുങ്ങുന്നു എന്ന വലിയ പാഠം ഒരിക്കൽ കൂടി ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരാളുടെ അമ്മയുടെ കണ്ണീരിന് നിങ്ങളുടെ ജീവന്റെ വിലയുണ്ടാകുമെന്ന് ഇനിയുള്ളവരെങ്കിലും തിരിച്ചറിയട്ടെ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ജാമ്യത്തിലിറങ്ങിയ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ നടുറോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. കൊലയ്ക്ക് പിന്നിൽ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പക തന്നെയാണ്. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഗുണ്ടാ ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയത്. പിറ്റേ വർഷം മാർച്ചായപ്പോൾ കൊലപ്പെടുത്തിയവനും മരിച്ചു. പിന്നിൽ കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ സംഘമായ കടത്തൂർ സംഘം എന്നാണ് വിവരം. ജിം സന്തോഷിനെ കൊലപ്പെടുത്തി മടങ്ങും വഴി ആലുവ അതുലും സംഘവും ആക്രമിച്ചവരാണ് കൊലയ്ക്ക് പിന്നിലെന്ന സാധ്യതയാണ് പുറത്തുവരുന്നത്. ജിം സന്തോഷ് വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ അതുൽ സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങുന്നതിനിടയിലാണ് അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ആക്രമികൾ അതുലിന്റെ തല വെട്ടിപ്പിളർത്തു. കാലിന് 4 വെട്ടാണ് ഏറ്റത്. അതുൽ എഴുന്നേറ്റ് ഓടാതിരിക്കാനായി ഇടുപ്പിനാണ് വെട്ടിയത്. കാറിനുള്ളിൽ നിന്ന് വലിച്ചു പുറത്തിടാനുള്ള ശ്രമത്തിനിടെ കാല് സ്റ്റിയറിംഗിനിടെ കുരുങ്ങി. ആ കാല് വെട്ടിമാറ്റിയാണ് അതുലിനെ പുറത്തേക്കെടുത്തത്. എന്നെ കൊല്ലരുത്, എല്ലാം പറഞ്ഞു തീർക്കാമെന്ന് അപേക്ഷിച്ചിട്ടും വെട്ടിക്കൊല്ലുകയായിരുന്നു. സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താൻ പ്രത്യേക സംഘം രൂപീകരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പ്രതികളെ കണ്ടെത്തുകയും ചെയ്തു. പ്രതികളെക്കുറിച്ച് പോലീസിന് ആദ്യ ഘട്ടത്തിൽ തന്നെ വിവരവും ലഭിച്ചു. ഗുണ്ടാപ്പകയെ തുടർന്നാണ് കൊലക്കേസ് പ്രതിയായ ആലുവ അതുലിനെ വെട്ടിക്കൊന്നത്. ജിം സന്തോഷ് വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ അതുല് സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്. ഹരിയാന രജിസ്ട്രേഷനിലുള്ള കാറിലെത്തിയ സംഘമാണ് കൃത്യം നടത്തിയത്. മാരകമായി വെട്ടേറ്റ അതുല് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ക്ഷേത്രത്തിൽ നിന്ന് കരുനാഗപ്പള്ളി പോലീസും ഈ ഡാൻസ് ഓഫ് സംഘവും സാഹസികമായി പിടികൂടിയ പ്രതിയാണ് അതുൽ. ജയിലിലായിരുന്നപ്പോൾ ജയിൽ വാർഡനെ മർദ്ദിച്ച കേസിലും ഇയാൾ പ്രതിയായിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ഇയാൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. എന്നാൽ സ്റ്റേഷനിൽ നിന്ന് ഒപ്പിട്ട് മടങ്ങുന്നതിനിടയിൽ അതുൽ സഞ്ചരിച്ചിരുന്ന വാഹനം വളഞ്ഞ് ഇയാളെ വെട്ടുകയായിരുന്നു. ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് ലഹരിയോടോ മറ്റ് മദ്യത്തിനോടോ ഒന്നും തന്നെ ഇയാൾക്ക് താല്പര്യമില്ല. ഈ അലുവ അതുലിന്റെ ഒരു രീതി എന്ന് പറയുന്നത് തന്നെ ശത്രുവിനെ കൂടത്തിലടിച്ചു കൊല്ലുക എന്നുള്ളതാണ്. തലക്കടിക്കുക, മുട്ടിലടിക്കുക. ജിം സന്തോഷിനെ മുട്ടും അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. ശേഷമാണ് തലക്കടിച്ച മരണമുണ്ടായത്. ഇയാൾക്ക് ചോര കാണുന്നതും മനുഷ്യന്റെ നിലവിളി കേൾക്കുന്നതും ഒക്കെയാണ് ഹരം. ലഹരിയും അതുതന്നെ. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ലഹരിക്ക് അടിമപ്പെടാതിരുന്നതും.
നാട്ടുകാർ നോക്കി നിൽക്കെ നടന്ന കൊലപാതകത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പറയുന്ന 3 പേരാണ് പിടിയിലായത്. കടത്തൂർ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഗുണ്ടാ തലവൻ വിഷ്ണു, ഹുസൈൻ, ആഷിഖ് എന്നിവരാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇവർക്കെതിരെ കരുനാഗപ്പള്ളി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഹുസൈനെ വർഷങ്ങൾക്ക് മുൻപ് ആലുവ അതുൽ കൂടത്തിനടിച്ച് ആക്രമിച്ചിരുന്നു. അതിലെ മുൻവൈരാഗ്യമാണ് ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ജിം സന്തോഷ് വധക്കേസിലെ കൂട്ടുപ്രതി കുക്കു എന്ന് വിളിക്കുന്ന മനുവും ആലുവ അതുലിനൊപ്പം കാറിലുണ്ടായിരുന്നു. മനുവിന് സാരമായ പരിക്കുകൾ ഏറ്റില്ല. പ്രതികളുടെ സുഹൃത്ത് അനീറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് ഈ FIR-ൽ പറയുന്നു. ഹരിയാന രജിസ്ട്രേഷൻ വാഹനത്തെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ജാമ്യത്തിലിറങ്ങിയ അലുവ അതുൽ സ്റ്റേഷനിലെത്തി മടങ്ങിപ്പോകുന്നതിനിടയിൽ പിന്തുടർന്നെത്തിയ കാറ് അതുൽ സഞ്ചരിച്ചിരുന്ന കാറിനെ റോഡിന് സമീപത്തെ കുഴിയിലേക്ക് ഇടിച്ചിട്ടു. തുടർന്ന് മാരകായുധങ്ങളുമായി ഇറങ്ങിയ സംഘം അതുലിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. ആക്രമികൾ നിരവധി തവണ അതുലിനെ വെട്ടി. അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതുലിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സംഘത്തിൽ 5 പേരുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ 3 പേർക്കെതിരെയാണ് നിലവിൽ FIR. അതുലിനെ വെട്ടിക്കൊന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലപ്പെട്ടയാളുടെ ഇൻസ്റ്റഗ്രാം റീലിന്റെ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പകരം വീട്ടാൻ നടക്കുന്നവരോട് പറയാനുള്ളത് എന്ന ടൈറ്റിലിന് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്ത അലുവ അതുലിന്റെ മാസ് റീൽസിന്റെ സ്ക്രീൻഷോട്ടാണ് പ്രചരിക്കുന്നത്. അതുൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലഭ്യമല്ല.